കുറിച്ചൊക്കെ ഞാൻ സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അമ്മ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ റാഗിങ് കാരണം ജീവിതത്തിൽ നികത്താൻ പറ്റാത്ത നഷ്ടമുണ്ടായ ഒരാൾ കൂടിയാണ് ശ്രീമതി ഷീബ. ഈ വാർത്തകളൊക്കെ ഇത്ര വലിയ നഷ്ടമുണ്ടായ ഒരാൾക്ക് കേട്ടിരിക്കാനും കണ്ടിരിക്കാനും പറ്റുമോ എന്ന് അറിയില്ല. എന്തായാലും ഇത്തരം വിവരങ്ങളൊക്കെ കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? ഇപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പോഴത്തെ വാർത്തയിൽ കാണുന്നത് കുട്ടികൾ കരയുന്ന രംഗം. അപ്പൊ ഞാൻ ആദ്യം ആലോചിക്കുന്നത്, എന്റെ കുഞ്ഞ് ഇതുപോലെ വിളിച്ചിട്ടുണ്ട്, കുട്ടികൾ കേട്ടിരുന്നു എന്നാ പറഞ്ഞ കോളേജിനകത്ത്. അത് പറയുന്ന പറഞ്ഞവരേ ഉള്ളൂ. പിന്നീട് ആരും അതിനെക്കുറിച്ച് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. എനിക്ക് ആ വിളികൾ, ആ സൗണ്ടുകൾ, ആ കുട്ടികളുടെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ അതൊന്നും ഓർത്തു പോയിരിക്കുകയാണ്. ഇപ്പോ ആ അലർച്ച ഞങ്ങളുടെ വീട്ടിൽ വന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത്രയേറെ പ്രയാസം അനുഭവിച്ചു. അതിനുശേഷം അമ്മയും ശ്രീ ജയപ്രകാശും ഒക്കെ നടത്തിയ പോരാട്ടങ്ങളൊക്കെ ഞങ്ങളുടെ എല്ലാം ഓർമ്മയിലുണ്ട്. നമ്മളൊക്കെ ഒന്നിച്ചാണ് ഇങ്ങനെ മറ്റൊരു കുഞ്ഞിനും ഇങ്ങനെ ഒരു പ്രതിസന്ധി പ്രശ്നം ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ ഇത്തരം പോരാട്ടങ്ങളൊന്നും വിജയം കാണാതെ പോവുകയാണോ? എന്താണ് തോന്നിയത്? എന്താണ് വിജയം കാണാതെ പോകുന്നത്? ഇവർക്ക് ആരാണ് ധൈര്യം കൊടുക്കുന്നത്? ഹോസ്റ്റലിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ താമസിക്കുന്ന ഒരു കുട്ടികൾ റാഗ് നടന്നിരുന്നു. അടുത്ത റൂമിലുള്ള കുട്ടികൾ പോലും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? ഇത്രയും ധൈര്യം അവർക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? പുറത്തറിയില്ല എന്നുള്ള ധൈര്യം. പുറത്തറിഞ്ഞാലും കുഴപ്പമില്ല, ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ കുറച്ച് ദിവസം എന്തെങ്കിലും ഒരു കേസ്, അടുത്ത ഞങ്ങൾക്ക് കോളേജിൽ പോയി പഠിക്കാം എന്നുള്ള ധൈര്യം ഇതാരാണ് കൊടുക്കുന്നത്? അപ്പൊ നമ്മുടെ നിയമമാണ് മാറേണ്ടത്. ആന്റി റാഗിംഗ് കമ്മിറ്റിക്കാർ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ കോളേജിൽ അഡ്മിഷൻ എടുത്ത് പോകുന്ന ദിവസം തന്നെ നമ്മുടെ അടുത്ത് കുട്ടികളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണ്, റാഗിങ്ങിനെതിരായി പ്രതികരിക്കണം. പ്രതികരിക്കാത്തത് എന്താണ്? റാഗിംഗ് നടന്നതിന് ശേഷമാണോ ഇതൊക്കെ അന്വേഷിക്കേണ്ടത്? മാത്രമല്ല, ഇവർക്കൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ഒക്കെ പിൻബലമാണ് ഈ പ്രതികൾക്കൊക്കെ. ആണല്ലോ, അതാണ്. അപ്പൊ അവർക്ക് അത്രയും ധൈര്യമുണ്ട്, പരീക്ഷ എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് ജയിക്കാം. ഇപ്പൊ എത്രയോ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ സിദ്ധാർത്ഥന്റെ കേസില് കോളേജിൽ ആ നടന്ന സംഭവം നടന്ന അന്ന് ആർഷോ അവിടെ എത്തിയെന്നാ പറയുന്നത്. എന്തിനാണ്? ഇത് ചെയ്ത കുട്ടികൾക്ക് ആത്മബലം കൊടുക്കാൻ, ധൈര്യം കൊടുക്കാൻ. ഇനി ഒന്നും നടന്നിരുന്നാലും ആരും നിങ്ങളുടെ ജീവിതത്തിന് ഒരു തടങ്ങളായി നിൽക്കില്ല. ഇതൊക്കെ ഒരു മുതൽക്കൂട്ടാണ്, പാർട്ടിയുടെ ഒരു മുതൽക്കൂട്ടാണെന്നാണ് അവർ വച്ചിരിക്കുന്നത്. ഒരു 2-3 ദിവസമാണെങ്കിൽ പോലും അവർ കോളേജിൽ കയറിയിരിക്കുന്നു. ഞങ്ങളത് അപ്പീൽ കൊടുത്തു, അത് സ്റ്റേ വാങ്ങിയതാണ്. അപ്പോ ആർക്കാണ് അവരെ തിരികെ കയറ്റാൻ എത്രയും അത്യാവശ്യം? ഒരു കുഞ്ഞിന്റെ ജീവനല്ല. ഞങ്ങൾ ഒരു കുഞ്ഞും നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരാൾ പോകാം, പല രീതിയിലും ഒരു ആക്സിഡന്റോ എന്തോ സംഭവിച്ചു. ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിന്റെ ആ മനസ്സൊന്നും അറിയണ്ടേ നിയമം? ഈ 18 വരെ തിരികെ എടുക്കുമ്പോ കോളേജിൽ പഠിപ്പിക്കാൻ വിടുമ്പോൾ ആരായിരുന്നാലും അതിന് കൂട്ടുനിന്നവർ ആലോചിക്കണ്ടേ? ഒറ്റ ദിവസം കൊണ്ട്, 1 മണിക്കൂറോ കൊണ്ടല്ല, 3 ദിവസം കൊണ്ടാ. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീമതി ഷീബ. മകനെ നഷ്ടമായതിന്റെ വേദന ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ, ആ കുട്ടികളുടെ കരച്ചിൽ കേട്ടപ്പോൾ മകൻ അനുഭവിച്ച അതേ വേദനയാണ് ഓർമ്മ വരുന്നതെന്ന്